ഉദ്ധവ് വിഭാഗം ശിവസേന ബിജെപിയുമായി അടുപ്പം പുലർത്തുന്നതായി ബഹുജൻ അഘാഡി നേതാവ് പ്രകാശ് അംബേദ്കർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രകാശ് അംബേദ്കറുടെ പരാമർശം മഹാരാഷ്ട്രയിൽ ചർച്ചയായി. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡിയുമായി ഉദ്ധവ് വിഭാഗം ശിവസേന അകലുന്നതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ ആ ബില്ലിനെ എതിർക്കാൻ ഉദ്ധവ് വിഭാഗം ശിവസേന എംപിമാരാരും സഭയിലുണ്ടായിരുന്നില്ല. ഇത് ഉദ്ധവ് താക്കറെ ബിജെപിയുമായി വീണ്ടും അടുക്കുന്നു എന്നതിന്റെ സൂചനയാണെന്നാണ് ബഹുജൻ അഘാഡി നേതാവ് പ്രകാശ് അംബേദ്കറുടെ വാദം. ഏത് സാഹചര്യത്തിലാണ് ബിജെപിക്ക് പിന്തുണ നൽകുന്നതെന്നും എന്തൊക്കെ ഉപാധികളാണ് ഉള്ളതെന്നും ഉദ്ധവ് താക്കറെ വെളിപ്പെടുത്തണമെന്നും പ്രകാശ് അംബേദ്കർ ആവശ്യപ്പെട്ടു. उद्धव ठाकरे की जो ये संगठन है, उनका खुला खुला रिश्ता जो है वो बीजेपी के साथ में दिखाई देता है। तो आप किस हालात में उनको सपोर्ट दे रहे हैं, इसका खुलासा कर लीजिए। क्या आपने उसे लिखित लिया है कि भी हाँ ये 5 साल के लिए जो अगाड़ी उस 5 साल की अगाड़ी के लिए रहेंगे? जब हकीकत ये आई है सामने है कि वक्फ बिल के बारे में जब पेश हुआ था तो उद्धव ठाकरे के जितने भी खासदार थे वो सब हाउस में उपस्थित नहीं थे, जो विरोध करना चाहिए और जो विरोध नहीं किया. പ്രകാശ് അംബേദ്കറുടെ വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചർച്ചയാവുകയാണ്. മഹാരാഷ്ട്രയിൽ അധികാരത്തിലിരിക്കുന്ന ബിജെപിയും ശിവസേനയും എൻസിപിയും അടങ്ങുന്ന മഹായുതി സഖ്യവും കോൺഗ്രസും എൻസിപി ശരത് പവാർ വിഭാഗവും ശിവസേന ഉദ്ധവ് വിഭാഗവും അടങ്ങുന്ന മഹാവികാസ് അഘാഡിയും തമ്മിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. പ്രകാശ് അംബേദ്കർ നയിക്കുന്ന വഞ്ചിത് ബഹുജൻ അഘാഡിയുടെ സാന്നിധ്യവും മത്സരരംഗത്തുണ്ട്. മഹാരാഷ്ട്രയിലെ 288 അംഗ നിയമസഭയിലേക്ക് 20-നാണ് തെരഞ്ഞെടുപ്പ്. 23-ന് ഫലം പ്രഖ്യാപിക്കും. ജനം, ഡൽഹി.